ഹായ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ധാരാളം പ്രവാസികൾ വളരെ താമസിയാതെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന കാര്യം. ഗൾഫിലെ തൊഴിലില്ലായ്മ മൂലവും മറ്റുള്ള പല പ്രതിസന്ധികൾ മൂലമാണ് ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നാട്ടിൽ വന്നാൽ അവർക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം, എന്തൊക്കെ തരം ജോലികൾ നമുക്ക് സ്വന്തമായി കണ്ടെത്താം എന്നതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗൾഫിൽ നിന്നും തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന 12 ചെറിയ ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത് നമുക്കെല്ലാവർക്കും അറിയാം, ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വളരെയധികം സ്ഥലമോ അല്ലെങ്കിൽ ചിലവുകളോ ഇല്ലാതെ ചെയ്യാൻ കഴിയാവുന്ന ഒരു ബിസിനസ് സംരംഭം തന്നെയാണ്. ബയോഫ്ലോക്ക് അല്ലെങ്കിൽ അക്വാപോണിക്സ് തുടങ്ങിയ നൂതന തരത്തിലുള്ള കൃഷി രീതി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ലാഭം, വളരെ സ്പേസ് എഫക്റ്റീവായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട ലാഭവും ഒപ്പം ഒരു സ്ഥിര വരുമാനവും ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു സംരംഭമാണ് ഇന്ന് മത്സ്യകൃഷി. രണ്ടാമത്തെന്ന് പറഞ്ഞത് കാറ്റിൽ ഫാമിംഗ് ആണ്. കാറ്റിൽ ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരുടെയും ഒരു ഡ്രീം ആണ് ഒരു കാറ്റിൽ ഫാമിംഗ്. കാറ്റിൽ ഫാമിംഗ് എന്ന് പല വിധത്തിൽ നമുക്ക് ചെയ്യാം. വളരെ ലാർജ് സ്കെയിലായാലും സ്മോൾ സ്കെയിലായാലും പോലും ഈവൻ ഒരു 5-6 മുതൽ പശുക്കൾ വച്ചിട്ട് പോലും നമുക്ക് ഒരു ഫാമിംഗ് ചെയ്യാവുന്നതാണ്. 20 പശുക്കൾ വരെ ചെയ്യുന്നതിന് നമുക്ക് യാതൊരുവിധ പെർമിറ്റുകളോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വാങ്ങേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് 20 പശുക്കൾ വരെ ചെയ്യുവാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് വളരെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫാമിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ, കുറച്ച് സ്ഥലം ഉള്ളവരാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പുല്ലൊക്കെ വളർത്താനൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് ഈ കാറ്റിൽ ഫാമിങ്ങിനോടൊപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഇപ്പോൾ മിൽക്ക് പരമാവധി ലോക്കലി സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭം കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. കാരണം സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് 35 രൂപ വില നിരക്കിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെളിയിൽ അവർ വിൽക്കുന്നത് 50 രൂപയ്ക്കോളമാണ് വെളിയിൽ വിൽക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ കൂടുതൽ പാല് ലോക്കൽ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച് എനിക്ക് വേറൊരു ബിസിനസ് ആശയം കൂടെ അതിനകത്ത് പറയാനുണ്ട്. അതായത് നമ്മളൊരു ഏജൻറ്റായിട്ട് വേണമെങ്കിൽ നമ്മൾ നിൽക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതുപോലുള്ള ഫാമുകൾ അല്ലെങ്കിൽ ചെറുകിട കർഷകരിൽ നിന്ന് പാല് വാങ്ങി ഈ 35 രൂപ അല്ലെങ്കിൽ 40 രൂപയ്ക്ക് നമ്മൾ സൊസൈറ്റിയിൽ വാങ്ങുന്ന പോലെ നമ്മൾ വാങ്ങി മറ്റുള്ള ഉപഭോക്താക്കളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്കും അതിൽ നിന്നൊരു ലാഭം, ഒരു കമ്മീഷൻ ബേസിസ് നമുക്ക് വാങ്ങാവുന്നതാണ്. കമ്മീഷനല്ല, ഒരു ലാഭം തന്നെ. അതായത് നമ്മൾ 35 അല്ലെങ്കിൽ 40 രൂപയ്ക്ക് നമ്മൾ കർഷകരിൽ നിന്ന് വാങ്ങിയിട്ട് അത് കൊണ്ടുപോയി ഹോട്ടൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അത് വിൽക്കുകയാണെങ്കിൽ അത് 50 അല്ലെങ്കിൽ 45 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഏജൻറ്റായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തത് പോൾട്രി ഫാമിംഗ്. പലതരത്തിലുള്ള പോൾട്രി ഫാമിംഗ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളാക്കിയിട്ട് അത് കൊടുക്കുക, അതല്ലെങ്കിൽ മുട്ടയ്ക്ക് മാത്രം നമ്മൾ കോഴികളെ വളർത്തുക, അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പോൾട്രി ഫാമിങ്ങുകളുണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെ നല്ല സൗകര്യവും കൂടനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾട്രി ഫാമിനെ കുറച്ച് സ്ഥലം നമുക്ക് കൂടുതൽ ആവശ്യമായി വരും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ പെർമിഷൻ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില കുറച്ച് ബൈലോസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ച് സ്ഥലമുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയുള്ളവർക്കാണ് ഇത് ചെയ്യാൻ കൂടുതൽ അഭികാമ്യം. നാലാമതായി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ കോക്കനട്ട് ഓയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള കോക്കനട്ട് ഓയിലുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും അതിലൊക്കെ എത്രത്തോളം ശുദ്ധതയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്യുവറാണെന്ന് നമുക്കത് അറിയില്ല. കാരണം നമ്മൾ പലപ്പോഴും ന്യൂസുകളിലൊക്കെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, പത്രങ്ങളിലൂടെയൊക്കെ വായിക്കാറുണ്ട്. ഒരുപാട് ഇംപ്യൂർ ആയിട്ടുള്ള ഓയിലുകൾ പിടിച്ചെടുത്തു, അവ കൂട്ടി എന്നൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എന്താ പറയുക, ഉപഭോക്താക്കൾക്ക് അതെല്ലാം ഒരു പേടിയാണ്, അല്ലെങ്കിൽ അവരിൽ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഓയിലുകളെല്ലാം വിശ്വസിക്കാവുന്നതാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പരമാവധി പ്യുവർ കൊക്കനട്ട് ഓയിലിലേക്കാണ് ആൾക്കാർ നോക്കുന്നത്. പ്യുവർ കൊക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ നാടൻ ആട്ടിയ വെളിച്ചെണ്ണ എവിടെ കിട്ടുമെന്നുള്ളത് ഒരു പൊതുവെ നമ്മളുടെ എല്ലാവരുടെയും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുപോലെയുള്ള ഒരു പ്യുവർ കൊക്കനട്ട് ഓയിൽ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. നമ്മളുടെ സൊസൈറ്റിയുടെ അടുത്ത് തന്നെ നമ്മളുടെ നെയ്ബേഴ്സ്, നമ്മളുടെ അടുത്തുള്ള അയലത്തുള്ള കുറച്ച് വീടുകൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ
വിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമാകും. പിന്നെ ഈ നമ്മളുടെ ഈ പ്രോസസ്സിങ്ങിൻ്റെ സുതാര്യതയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വിശ്വസനീയമായ വിധം കണ്ടും കേട്ടും അറിഞ്ഞ് നമ്മളുടെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കാവുന്നതുമാണ്. ഒപ്പം തന്നെ നമുക്ക് ഈ കൊക്കനട്ട് ഓയിൽ പ്ലാന്റിൽ തീർച്ചയായിട്ടും നമ്മൾ തേങ്ങ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബൈ പ്രോഡക്ട്സുകളുണ്ട്. ഈവൻ തൊണ്ടായാലും ചിരട്ടയായാലും അതിൻ്റെ ഈ പറഞ്ഞ കൊപ്രയുടെ ബാക്കിയുള്ളത് അതെല്ലാം നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് വേറൊരു രീതിയിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാകാവുന്നൊരു കാര്യമാണ്. അഞ്ചാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറി പൗഡർ മേക്കിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സ്പൈസസ് മേക്കിംഗ് യൂണിറ്റ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള കറി പൗഡറുകളും സ്പൈസസ് പ്രോഡക്റ്റുകളും ഒരുപാട് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മളുടേതായ രീതിയിൽ ചെറിയ രീതിയിൽ ആ ഒരു സംരംഭം ഉണ്ടാക്കി നമ്മളുടെ ലോക്കൽ ഏരിയയിൽ തന്നെ വിൽക്കാൻ കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്യൂരിറ്റി നമുക്ക് പൂർണ്ണമായും നമുക്ക് അഷ്യൂർ ചെയ്യാൻ കഴിയുമെങ്കിൽ, അതായത് നമ്മൾ ഒരു വിധത്തിലുള്ള മാലിന്യമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് ഉള്ള ഒരു കൃത്രിമത്വം കാണിക്കാതെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിക്കാവുന്ന നമുക്ക് കസ്റ്റമേഴ്സിനെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ സംരംഭം വിജയകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാനാണ്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മളുടെ നെയ്ബേഴ്സിലുമായിട്ട് നമ്മൾ ഇടപെടുകയും അവരിലേക്ക് ഇത് സെയിൽ ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവരിലൂടെ നമ്മുടെ ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കിത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഫർദർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ്. ഇത് ഫ്യൂച്ചറിൽ ഇത് വേണം വളരെ വലിയ രീതിയിലായി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് എത്തിക്കാവുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് തരത്തിലുള്ള ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കൂട്ടത്തിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ലോക്കൽ ബ്രാൻഡിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ആറാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർമെൻറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ യൂണിറ്റുകളാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട്, അതായത് നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, തുണികളുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങി നമ്മളുടേതായ രീതിയിൽ അത് ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അത് തുറന്നു തരുന്നത്. അതല്ല എങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്, നമുക്കാണെങ്കിൽ സ്യൂയിങ് മെഷീൻസ് ഒക്കെ ഒരുപാട് മോഡേൺ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്യൂയിങ് മെഷീൻസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയൊരു ടെക്സ്റ്റൈൽ യൂണിറ്റ് നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാവുന്നതാണ്. അത് നമുക്ക് കുറച്ച് പേർക്ക് ജോലി നൽകാവുന്ന ഒരു യൂണിറ്റ് കൂടിയായി മാറുന്നതായിരിക്കും. ഏഴാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് സെൻ്ററാണ്, ഒരു ജിംനേഷ്യം, അല്ലെങ്കിൽ അതിലുപരി നമുക്ക് കൂടുതൽ ലഭ്യമല്ലാത്ത ഒരു സ്വിമ്മിംഗ് പൂൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാവർക്കും രാവിലെ നടക്കാനോ അല്ലെങ്കിൽ ആയാസപരമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ടൗൺ ഏരിയകളിലൊക്കെ നമുക്ക് ധാരാളം ജിംനേഷ്യങ്ങളും ഹെൽത്ത് സെൻ്ററുകളും ഫിറ്റ്നസ് സെൻ്ററുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഉള്ളോട്ട് വരുമ്പോൾ നമ്മുടെ ഉൾനാടൻ ഏരിയകളിലൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് നമ്മൾ ഇതുപോലുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ജിംനേഷ്യം, അത് ഇപ്പോൾ ആണുങ്ങൾക്ക് സെപ്പറേറ്റ് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകും. കാരണം നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പോലും വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കാവുന്ന ഒരു സംരംഭമാണ്. അതിനോട് ചേർത്ത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ട്രെയിനിങ് സെൻ്റർ ആക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രെയിനറോട് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭം കൂടിയാണ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന സംഭവം. അത് വളരെ ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം സ്ഥിരമായി ഉണ്ടാവുന്നതാണ്. എട്ടാമത്തെ ഒരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് നമ്മളുടെ മെയ്ഡിൻ്റെ സർവീസസ് ആണ്, അല്ലെങ്കിൽ ക്ലീനിങ് സർവീസസ്. നമ്മൾ ഓൺ കോൾ ബേസിസിൽ നമുക്ക് ക്ലീനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴത്തെ സൊസൈറ്റികളിൽ ഒരു ഫുൾ ടൈം മെയ്ഡിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു പക്ഷേ നമുക്ക് അത്രത്തോളം ജോലികൾ വീട്ടിൽ കാണണമെന്നില്ല, ഉള്ളിൽ ക്ലീനിങ് സർവീസസ് മാത്രം മതിയാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും പലയിടത്തും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റികളിലൊക്കെ നമുക്ക് ഒരു വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ ടോയ്സ് ഇൻ എ വീക്ക് നമുക്കൊരു കോൺട്രാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥിര വരുമാനം നമുക്ക് അതിൽ നിന്നുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഒന്നോ മെയ്ഡുകൾ നമ്മളുടെ കെയർ ഓഫിൽ അറേഞ്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആവശ്യമുള്ളത് അവർക്ക്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൺടാക്ട് അനുസരിച്ച് ഇന്ന ദിവസങ്ങളിൽ 2 മെയ്ഡുകൾ വരിക, അവർ ക്ലീൻ ചെയ്ത് കൊടുക്കുക പോവുക, അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം വന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക പോവുക എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മാൻ പവർ സപ്ലൈ. അതൊരു നല്ലൊരു ബിസിനസ് ആശയമാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ വീടുകളിലെ ജോലികളെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. മാത്രമല്ല ചെറിയ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു ഫുൾ ടൈം മെയ്ഡിനെ എൻഗേജ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഒക്കെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് സർവീസായിട്ട് നമുക്ക് മെയ്ഡ്സിനെ സെർവ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമായിട്ടാണ് കാണാൻ കഴിയുന്നത്.
ഒമ്പതാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. നമ്മൾക്കറിയാം പല വിധത്തിലുള്ള കഴിവുള്ളവരായിരിക്കും നമ്മളെല്ലാം. നമ്മളെല്ലാം ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ പ്രവാസികളായി മാറി. ഇപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ കഴിവുകൾ, നമ്മളുടെ മ്യൂസിക്കിലുള്ള കഴിവുകൾ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനുള്ള കഴിവുകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ നാട്ടുകളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തതായ ഒരു സാഹചര്യമില്ല. എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും പോലും നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് പരമാവധി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കലാപരമായ കഴിവുകൾ പകർന്നു കൊടുക്കുന്ന ക്ലാസ്സസ്, ഓൺലൈൻ ടീച്ചിങ് ക്ലാസ്സസ്, അത് ഈ പറഞ്ഞ പോലെ മ്യൂസിക്, മറ്റുള്ള ആർട്ട് കൂടാതെ സയൻസ്, മാത്തമാറ്റിക്സ്, പാഠ്യ വിഷയങ്ങൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസിലൂടെ, ഓൺലൈൻ ട്യൂഷൻസിലൂടെ നമുക്ക് വരുമാനം നേടാവുന്നതാണ്. ധാരാളം കുട്ടികൾ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടാണ് പലരും ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിക്കൊണ്ടിരിക്കണം. നാളെ ഈ പല ക്ലാസ്സുകളും ഓൺലൈനിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ തുടങ്ങി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ കഴിയുന്നതായിരിക്കും. 10ാമത്തെ ആശയം എന്ന് പറയുന്നത് റെൻ്റൽ ഓപ്ഷൻസ് ആണ്. അപ്പോൾ റെൻ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ റിയൽ എസ്റ്റേറ്റ് ആവാം, അതല്ലെങ്കിൽ നമ്മളുടെ നമുക്കുള്ള എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസ്, വെഹിക്കിൾസ്, അങ്ങനെയുള്ള പലതും നമുക്ക് റെൻ്റ് കൊടുത്തും നമുക്കൊരു ഇൻകം ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ പ്രവാസികൾ പല വിധത്തിലുള്ള വീടുകൾ വെച്ചിട്ടുണ്ടാകും, വലുതും ചെറുതുമായ വീടുകൾ വെച്ചിട്ടുണ്ടാകും, വീട് വെച്ചുകൊണ്ടിരിക്കുന്നു, വയ്ക്കാൻ പ്ലാൻ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചറിൽ ഒരു ഇൻകം കിട്ടത്തക്ക വിധത്തിൽ കൂടി നമ്മൾ ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഓൾറെഡി 2 നിലകളിലുള്ള വീടുകളാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓണർ താമസിക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അത് ഒരു റെൻ്റൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊരു ഇതുപോലെ ഇൻകം ഒക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ല എങ്കിൽ നമുക്കിനി വയ്ക്കാൻ പോകുന്നവരാണെങ്കിൽ ആ ഒരു ഓപ്ഷനോട് കൂടി വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്ക് പെർമനൻ്റ് ഇൻകം കിട്ടാവുന്ന ഒരു വകുപ്പ് തന്നെയായിരിക്കും. കൂടാതെ നമുക്ക് മെഷീനറീസ്, അതായത് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ്, ചെറിയ വെഹിക്കിൾസ് ഒക്കെ നമുക്ക് സ്വന്തമായി വാങ്ങിയാൽ മറ്റൊരാൾക്ക് റെൻ്റൽ ബേസിസിൽ കൊടുത്ത് അതിൽ നിന്നും ഒരു ഇൻകം നേടാവുന്നതാണ്. 11ാമത്തെ ഒരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. നമുക്കറിയാം ഇന്ന് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ടൗണുകളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലോട്ട് വന്നാൽ ഇത്തരത്തിലുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കുറവാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു എപ്പോഴും ഏത് സമയത്ത് ചെന്നാലും നമുക്ക് മീറ്റ് അല്ലെങ്കിൽ ഫിഷ്, ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് നമുക്ക് കിട്ടുന്ന ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു കട എടുക്കണമെന്നില്ല, ഒരു കടയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഷോപ്പ് വാടക എടുക്കണമെന്നില്ല, നമ്മൾ സ്വന്തം വീട് തന്നെ നമ്മളത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊരു മുറി അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയോ അതല്ലെങ്കിൽ നമ്മളുടെ ടെറസിൽ അതിനോട് സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു കോൾഡ് സ്റ്റോറേജ് ഒക്കെ നമുക്ക് സ്വന്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് സ്ഥിര വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്നതുമാണ്. അവസാനമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമായിട്ട് കാണാൻ കഴിയുന്നത് നമുക്ക് വേസ്റ്റ് കളക്ഷൻ യൂണിറ്റ് ആണ്. നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി പഞ്ചായത്ത് ലെവലിൽ നിന്ന് പല സ്ഥലങ്ങളിലും വേസ്റ്റ് കളക്ഷൻ തുടങ്ങിയെങ്കിലും ഒരു സ്വകാര്യ മേഖലയിൽ നമ്മളത് അതിൻ്റെതായ രീതിയിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി അതിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ എല്ലാ വീടുകളിലും വീക്ക്ലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി പോയി വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഈ വേസ്റ്റ് പ്രോസസ്സിംഗ് പ്ലാന്റിലേക്കോ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുന്ന വഴിയുള്ള ആ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ആ ഒരു കോസ്റ്റും കൂടാതെ നമുക്ക് ഈ വീടുകളിൽ നിന്നുള്ള ഒരു സർവീസ് ചാർജും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്ഥിരം വരുമാനമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒപ്പം ഇതൊരു സർവീസ് കൂടിയാണ്, സൊസൈറ്റിക്ക് ചെയ്യുന്നത് നല്ലൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ബിസിനസ് ആശയങ്ങളെല്ലാം നമ്മൾ പ്രവാസികൾക്ക്, തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് തീർച്ചയായും നാട്ടിൽ അത് വന്ന് ചെയ്ത് വിജയിക്കാൻ കഴിയാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള പല ബിസിനസ് ആശയങ്ങളും അല്ലെങ്കിൽ പല ഐഡിയകളും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിലാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള പല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.